മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി മന്ത്രിസഭ അംഗീകരിച്ചതോടെ നടപടികൾക്ക് വേഗം കൂടുകയാണ്. വയനാട്ടിലെത്തിയ റവന്യൂ മന്ത്രി കെ രാജൻ ഉന്നതതല യോഗം വിളിച്ചു. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും കിഫ്കോൺ ഊരാളുങ്കൽ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ആദ്യഘട്ട പുനരധിവാസത്തിന് അർഹരായവരുടെ അന്തിമ പട്ടിക ജനുവരി 15-ന് പ്രസിദ്ധീകരിക്കും. ഫെബ്രുവരി 10-ന് രണ്ടാം ഘട്ട പട്ടികയ്ക്കും അന്തിമ രൂപമാകും. ദുരന്തബാധിതർക്ക് നൽകുന്ന ഭൂമിയുടെ അളവ് സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒരു ഇരുമ്പലയ്ക്കല്ല തീരുമാനം. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 20 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതറിയാൻ കഴിയും, എത്ര സ്പേസ് പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്നറിയാൻ പറ്റും. 263 പേർ ദുരന്തത്തിൽ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. 35 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഇവർക്ക് കൂടി മരണ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും. പുനരധിവാസ പദ്ധതിക്കായി IAS റാങ്കിലുള്ള ഉന്നത ഉദ്യോഗസ്ഥനെ ഉടൻ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഉന്നതതല യോഗത്തിന് ശേഷം പുനരധിവാസത്തിനായി ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റുകൾ റവന്യൂ മന്ത്രി സന്ദർശിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്.